ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഒരു കുഞ്ഞു വ്ളോഗാണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. അതുപോലെ രാവിലത്തെ കുറേ കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. നമുക്ക് രാവിലെ തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു പാസ്പോർട്ട് ഓഫീസിൽ. സോ പെട്ടെന്ന് റെഡി ആയി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ എല്ലാവരും ഫുൾ വീഡിയോ കാണാം കേട്ടോ. ഇവിടെ ആരുമില്ല. ഞാൻ ഏട്ടത്തിയമ്മനെ കാത്തിരുന്ന് ബോറടിച്ച് ഞാൻ ലാസ്റ്റ് ഈ അമ്പലത്തിനടുത്ത് വന്നിരിക്കാൻ തീരുമാനിച്ചു. അവിടെ ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ല ഗൈസ്. സോ നമ്മൾ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ വന്നിട്ട് കറക്റ്റ് 1 hour ആയിട്ടുണ്ട്. തിരിച്ച് ഏട്ടത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. അറിയില്ലായിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞു നമ്മളവിടെ വന്നിട്ട്. സോ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവാം. ഇവിടെ കുറേ സമയം ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്. കരടിയിലെ ബിരിയാണി മനസ്സിലാക്കി കളഞ്ഞല്ലോ. കഴിച്ചോ? വെയിറ്റ് ചെയ്യുന്നു വേണ്ട. ഇടയ്ക്ക് ആദ്യമായിട്ടാണ് കരടിയിലെ ബിരിയാണി കഴിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. കരടിയിലെ ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്. ബോണ്ടിയും ഇതെല്ലാം കൊണ്ട് തന്ന ശ്രീഹരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു. യെസ്, പോട്ടെ എന്നാലേ. ബൈ ബൈ. നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിതാ വീട്ടിലേക്ക് ബസ് ഇറങ്ങി നടക്കുകയാണ്. എന്നാലും പിന്നെ നമ്മൾ ബിരിയാണി അയച്ചു. ആദ്യമായിട്ട് ബിരിയാണി അയച്ചിട്ട് എങ്ങനെയുണ്ട് ഏട്ടത്തിമ്മ അഭിപ്രായം പറയൂ. ആദ്യമായിട്ട് ബിരിയാണി അല്ല, കൈരളിയിലത്തെ ബിരിയാണി ആദ്യമായിട്ട് കഴിച്ചിട്ട്. കൈരളിയിലെ ബിരിയാണി മോശമില്ല. പക്ഷേ മുന്നേ ഞാൻ ടോപ്പ് ഫോമിൽ ബിരിയാണി വാങ്ങിക്കൊടുത്തു. അതാണ് നല്ലതെന്നാണ് ഏട്ടത്തിമ്മ പറയുന്നത്. ശരിയാണ് ഗൈസ്. ബിരിയാണി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതായത് ഇപ്പോഴത്തെ കൈരളിയിലെ ബിരിയാണി പണ്ടത്തെ അത്ര ടേസ്റ്റ് ഇല്ല ഗൈസ്. ഇനി പയ്യന്നൂരിലെ കൈരളി ഫാൻസ് ഉണ്ടാവും, അവരൊന്നും വന്ന് അടിയാക്കരുത്. സോ കുറച്ച് ടേസ്റ്റ് കുറവുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ മുന്നേ കഴിച്ചതാണല്ലോ. ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിലെത്തി. കാണുന്നില്ല ഫോട്ടോ, വീട്ടിൻ്റെ അടയാളമാണ് ഈ വീടിന്റെ ഐശ്വര്യം. ആയിക്കോട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഉള്ളിൽ കയറി ഫ്രഷ് ആയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ആക്ച്വലി ഇന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഏട്ടത്തിമ്മ പറയൂ. പാസ്പോർട്ട് ഓഫീസിൽ പോകാനുള്ള തിരക്ക് കൊണ്ട് രാവിലെ സമയം കിട്ടിയില്ല. യെസ് ഗൈസ്, നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് പോയത്. സോ ആ ടൈമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സ്പീഡിൽ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ബിരിയാണി കഴിച്ചു. എന്നാലും അപ്പം നമ്മൾ വെൽക്കം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഉച്ച 2:45 പക്ഷെ ഓക്കെ, നമ്മളിങ്ങനെയാണ് ഡേ ഇൻ മൈ ലൈഫ് വെറൈറ്റി ആയിട്ടാണ് ഗൈസ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അകത്ത് കയറിയിട്ട് ബാക്കി പറയാം. താക്കോൽ എൻ്റെ കയ്യിലാണ്. ഓക്കെ, പോയി വന്നതിന് ശേഷം ഏട്ടത്തിയമ്മ നമുക്ക് തണുത്ത വത്തക്ക വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. ഞാനും ഉണ്ട് ഗൈസ്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വത്തക്ക വെള്ളം കുടിക്കുന്നതായിരിക്കും കാണാൻ പോകുന്നത്. എങ്ങനെയാണ് വത്തക്ക വെള്ളം ഉണ്ടാക്കുന്നത്? റെസിപ്പി പറയൂ. പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല. വത്തക്ക എടുക്കുക, മുറിക്കുക, പഞ്ചസാര ഇടുക, കുടിക്കുക. വാവ്, എന്ത് എളുപ്പം. പണ്ടത്തെ പരസ്യത്തിൽ പറയുന്ന പോലെ വാവ് എന്ത് എളുപ്പം. ഇതുണ്ടാക്കാൻ ഇത്ര എളുപ്പമാണോ? പെട്ടെന്ന് ഭർത്താവ് സുഹൃത്തുക്കളുമായി വീട്ടിൽ വന്നു. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. അപ്പോഴാണ് എന്തൊരു കുക്കറിന്റെ പ്രസ്റ്റീജ് അല്ലേ? പ്രസ്റ്റീജാ അല്ല അല്ലേ? എന്തോ ഒരു കുക്കർ. എന്തായാലും ക്യാരറ്റ് ഹൽവ കിട്ടിയാ പറയാം. നമ്മളിത് കണ്ടു, ഐസും കട്ടയാണ്. ഐസും കട്ട
നമ്മളിതിവിടെ ഉണ്ടാക്കുന്നത് തൊണ്ടവേദനയ്ക്കുള്ള ബെസ്റ്റ് മരുന്നാണ്. ഒരാൾക്ക് ഇവിടെ തൊണ്ടവേദനയാണ്. തൊണ്ടവേദനയ്ക്കാണ് ഇപ്പം നമ്മൾ ഇത്രയും ഐസും കട്ടയിലിട്ട് നല്ല തണുതണുത്ത ബത്തക്ക വെള്ളം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലൊന്നും പറയാനില്ലേ? ഇല്ല. നന്നായി സ്നേഹമയ്യായി എട്ടിയമ്മ മതി, ഒലിപ്പിക്കണ്ട. ഗ്ലാസ് റെഡി. ബത്തക്ക വെള്ളത്തിൽ വെള്ളം ഒഴിക്കുന്നു ഗൈസ്. പച്ചവെള്ളം ഒഴിക്കുന്നു ഗൈസ്. ഐസും കട്ടിട്ടിട്ട് ഐസും കട്ട ഇട്ടത് അത്രയല്ലേ ഉള്ളൂ, കുറച്ച് വെള്ളം കൂടെ വേണ്ടേ ഗൈസ്? ഇതൊരു തട്ടിക്കൂട്ട് ബത്തക്ക വെള്ളമാണ് ഗൈസ്. പഞ്ചസാര ഇട്ടുന്നേ, നമ്മൾ ഷുഗർ കട്ടിലൊന്നല്ല ഗൈസ്, അവിടെ പഞ്ചസാര ഇടാം ഗൈസ്. നമ്മൾ ബത്തക്ക വെള്ളം റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയത് മാസ്റ്റർ ഷെഫ് ബിബിനെടുത്തി. I'm just watching Squid Game 2. നിങ്ങൾ എത്ര പേര് കാണുന്നത് എനിക്കറിയില്ല. ഞാനിത് ഫിഫ്ത്ത് എപ്പിസോഡാണ് ഇപ്പോൾ കാണുന്നത്. വല്ലപ്പോഴും മാത്രമേ കാണാറുള്ളൂ, ഫുൾ ടൈം ഒന്നും കാണാറില്ല. സോ കുറച്ച് സമയം ഒരു എപ്പിസോഡ് ഇത് കണ്ടു തീർക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. നെക്സ്റ്റ് നമ്മൾ ഈവനിങ് കട്ടനാണ് ഗൈസ്. പാൽച്ചായയാണ് മെയിനായിട്ട് കുടിക്കാറുള്ളത്, പക്ഷേ ഇന്ന് നമ്മൾ കട്ടൻ ചായയാണ് ഗൈസ്. ഇതാണ് നമ്മളെ വ്യൂ. അണ്ടികളിൽ ചായയുണ്ട്, അനിയനുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ സ്നാക്സ്. മധുരം ഇല്ലാത്തത്, ഇത് മധുരം ഉള്ളത്, ഇതും മധുരമുള്ളത്. ഡിന്നർ ഇടിയപ്പം വിത്ത് കടലക്കറി ആൻഡ് സോയാബീൻ. ചോറുണ്ട്, അമ്മ ഏടത്തിയമ്മ. ഹായ് ഗൈസ്. അപ്പോൾ സമയം 10 മണി, ക്ലോക്ക് അവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞ് യെസ്, ഉപ്പിന് മധുരത്തിനൊക്കെ ഒരു ഉപ്പിലിട്ട നെല്ലിക്ക, വീട്ടിലെ ഹോം മെയ്ഡ് നെല്ലിക്ക തിന്നു. ഇനി നമ്മൾ പോയി കിടന്നുറങ്ങി. സോ ഗുഡ് നൈറ്റ്. എൻ്റെ ഫസ്റ്റത്തെ സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ്. സോ ഗുഡ് നൈറ്റ്. താങ്ക് യു ഗൈസ്.